ഹായ് എവ്രി വൺ, ഹാപ്പി വാലന്റൈൻസ് ഡേ. Yeah. ഇത് എല്ലാവരോടും പറയാൻ പറ്റുന്ന വിഷാണെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ എന്തായാലും പറയാൻ വിചാരിച്ചു. അപ്പം വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് വാലന്റൈൻസ് ഡേ ആണ്. സോ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. ഓൾസോ സാറ്റർഡേ ആയി, അപ്പം നല്ല കാര്യം. എന്താ നമ്മുടെ പ്ലാൻ പറ. ഉച്ചക്ക് 12 മണിക്ക് എണീക്കുന്നു, ബ്രഞ്ച് കഴിക്കുന്നു, ബ്രഞ്ച് സിനിമ കാണുന്നു. ബ്രഞ്ച് ഡിജെയുടെ വക. ബ്രഞ്ച് ഞാൻ കുക്ക് ചെയ്യുന്നു. ഡിന്നർ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകും, അത് എൻ്റെ വക. ഓൾസോ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുന്ന എൻ്റെ വക. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയായിരുന്നു. നീ കണ്ടുപിടിച്ചില്ലേ? അല്ല, അങ്ങനെയല്ല, അത് ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ബഡ്ജറ്റ് ഉണ്ട് 5 യൂറോ. 5 യൂറോയിൽ 50 സെൻറ്റ് പ്ലസ് മൈനസ് ത്രഷോൾഡ് വെച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നമ്മൾ ഒത്തിരി വില വെറുതെ പൈസ അങ്ങനെ കളയണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? അപ്പം നമ്മൾ ഇന്ന് ഫെബ്രുവരി 13th ആണ്. ആക്ച്വലി നമ്മൾ ഷോപ്പിങ്ങിന് പോവാണ്. ഇവിടുത്തെ ഫ്ലവേഴ്സൊക്കെ വിറ്റ് പോയിട്ടുണ്ടായിരിക്കും, ഒന്ന് പോയി തപ്പി നോക്കാം. വീടിന് തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഷോപ്പിംഗ് മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. മിറ ഷോപ്പിംഗ് മാൾ എന്നാണ് പേര്. അവിടെ ഉണ്ട് എല്ലാത്തരം കടകളും. ബേസിക്കലി നമുക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുഞ്ഞേതെങ്കിലും ഗിഫ്റ്റ്. അപ്പം വലിയ ഗിഫ്റ്റ് ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ വോൾവർത്ത്, DM അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് ഷോപ്സ് ഉണ്ട്. ജർമ്മനിയിലുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഷോപ്സൊക്കെ. അപ്പോൾ അവിടെ പോയിട്ട് എന്തെങ്കിലും കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ വോൾവർത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടുന്ന് ഞാനും ഡിജയും പിരിയും. അവനവൻ്റെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യാം. പക്ഷെ ബില്ല് ചെയ്യുമ്പോൾ കാണിച്ചുകൂടാ. പക്ഷെ ഞാൻ എൻ്റെ കാർഡ് എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഷോപ്പ് ചെയ്യാം. എൻ്റെത് മാത്രമേ നിങ്ങളുടെ വീഡിയോ കാണിക്കാൻ പറ്റത്തുള്ളൂ. ഡിജയുടെ നാളെ ഇവൻ ഗിഫ്റ്റ് തരുമ്പോഴേ കാണിക്കാൻ പറ്റത്തുള്ളൂ. വോൾവർത്ത് കയറിയ പാട് തന്നെ അവരിങ്ങനെ കുറേ കാർഡ്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ വാലന്റൈൻസ് ഡേ സ്പെസിഫിക് ആയിട്ടുള്ള കാർഡ്സ് വളരെ കുറവായിരുന്നു. എന്തായാലും ഞാനും DJയും അവിടുന്ന് സെപ്പറേറ്റ് ആയി. എൻ്റെ മനസ്സിൽ ഓൾറെഡി ഇങ്ങനത്തെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം വാങ്ങാനായിരുന്നു. ഞാൻ മഗ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നു. ആദ്യം കാണിച്ച 2 എണ്ണത്തിൽ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് കേട്ടോ. പിന്നെ ഇതാ DJ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടപ്പുണ്ട്. അവൻ്റെ കാർട്ടിലൊന്നുമില്ല, എന്നാലും അവൻ ചുമ്മാ ഒളിപ്പിച്ച് പിടിക്കുന്ന. എനിക്ക് വോൾവർത്ത് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഷോപ്പാണ്. അവിടെ ഇങ്ങനെ വീട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ കാണും. അപ്പം എനിക്ക് സത്യം പറയുന്നൊരു തെറാപ്പി പോലെ ഇവിടെ പോയിട്ട് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുന്നത്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഈ ഒരു ടീ ഉണ്ടാക്കുന്ന സംഭവം വാങ്ങിയാലോ എന്ന്. ഇത് ഈ ഗ്ലാസ് പോട്ട് പോലെ ഇരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ആ സ്റ്റീൽ സാധനത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചായപ്പൊടിയോ, ഇവിടെ ഡിഫറെൻറ്റ് ടീസ് ഉണ്ടല്ലോ, എന്തെങ്കിലും ടീക്ക് വേണ്ട സാധനം ഇട്ടിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ നമുക്ക് അതങ്ങനെ ചായ പോലെ യൂസ് ചെയ്യാം. ബട്ട് വാങ്ങിയില്ല, ബിക്കോസ് എനിക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല. പ്ലസ് എനിക്ക് ഇച്ചിരി വലിപ്പമുള്ളത് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഈ പോട്ടും കാർഡും വാങ്ങിയിട്ട് ബില്ല് ചെയ്ത് പുറത്തിറങ്ങി. കുറേ നേരം DJനെ വെയിറ്റ് ചെയ്തിട്ട് അവൻ വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഏകദേശം സ്പ്രിങ് ആവാനായതിൻ്റെ ആട്ടോ ചെടികളുടെയും വെജിറ്റബിൾസിൻ്റെയും ഒക്കെ വിത്തുകൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം ഗാർഡനിങ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കുറേ നേരം DJനെ വെയിറ്റ് ചെയ്തിട്ട് അവൻ ആക്ച്വലി വന്നില്ല. അപ്പോഴാണ് മനസ്സിലായത് അവന് വാങ്ങാൻ ഒരു ഐഡിയ കിട്ടിയില്ലെന്ന്. പിന്നെ അവനെ ഞാൻ DMലേക്ക് വിട്ടിട്ട് ഞാൻ ബില്ലിങ്ങിൽ നിന്ന് അവൻ വാങ്ങിയ കാർഡ് പേ ചെയ്തിട്ട് ഞാൻ DMലേക്ക് വന്നു. അപ്പോൾ DJ ഓൾറെഡി DMൽ വന്നിട്ടുണ്ട്. DM എന്താണെന്ന് വെച്ചാൽ സകലമാന സ്കിൻ കെയർ, മേക്കപ്പ് സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് DM. എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. DJക്ക് അഗെയിൻ ഭയങ്കര കൺഫ്യൂഷനായിട്ട് അവനിങ്ങനെ നിൽക്കുക. എനിക്ക് പാവം തോന്നി. ഈ മുഖം കണ്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കുക ഞാൻ. എനിക്ക് എന്തെങ്കിലും ലിപ്സ്റ്റിക്ക് വല്ലതും വാങ്ങിത്താ. ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് സെറം ഇങ്ങനത്തെ ഇതൊന്നും വേണ്ട, സ്കിൻ കെയർ ഒന്നും വേണ്ട. അങ്ങനെ ഞാൻ നെയിൽ പോളിഷ് വാങ്ങാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത്. ഈ കാണുന്ന മെറൂൺ ഷെയ്ഡ് നെയിൽ പോളിഷായിട്ട് സെലക്ട് ചെയ്തത്. എനിക്കില്ലാത്തൊരു ഷെയ്ഡാണ്. അത് വാങ്ങിയിട്ട് നമ്മൾ ഗ്രോസറീസൊക്കെ വാങ്ങാൻ വേണ്ടി കൗഫ്ലാൻഡിലോട്ട് വന്നു. കൗഫ്ലാൻഡും ഓൾസോ ഈ അൽഡി, ലിഡിൽ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് കൗഫ്ലാൻഡ്. ഇവിടെ എപ്പോഴും പുറത്ത് ഈ കാണുന്ന പോലെ കുറേ ചെടികളും ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ടായിരിക്കും. കൗഫ്ലാൻഡിൽ വന്നാൽ ഏകദേശം ഈ ഒരു സ്ഥലത്ത് ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. DJ ഒരു ഫ്ലവറൊക്കെ കണ്ടിട്ട് വേഗം എടുത്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ആക്ച്വലി ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. എൻ്റെ ഒരു വിചാരം ഈ ജർമ്മനിയിലെ ആൾക്കാർക്ക് എപ്പോഴും ഒരു വേഗം എല്ലാം വാങ്ങി തീർക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാം തീർന്നു പോയെന്ന് വിചാരിച്ചെങ്കിലും ആക്ച്വലി ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ട് വന്നപ്പോഴാണ് കണ്ടത് ഉള്ളിൽ വേറെ ഒരു സെക്ഷൻ തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ എനിക്കൊരു സിംഗിൾ റെഡ് റോസ് ആയിരുന്നു DJക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടി, അത് വാങ്ങി. പിന്നെ ഇത് ചെറി സീസൺ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫ്രൂട്ട്സ് ആണ് ചെറി. കിർഷൻ എന്ന് ജർമ്മനിൽ പറയും. അപ്പോൾ അതും എടുത്തു. പിന്നെ ഇവിടെ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ലിൻഡും ഫെററോ എല്ലാവരും അവരവരുടെ സാധനം ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ചോക്ലേറ്റ് വാങ്ങിയില്ല, പക്ഷേ ഈ സ്ട്രോബെറി ലിൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിറങ്ങി DJ 2 ഫിഷ് വാങ്ങിയിട്ടുണ്ട്. എന്തോ ഒരു പ്ലാനിലാണ് അവൻ, നാളെ ബ്രഞ്ച് പ്ലാൻ അവൻ്റെ ആണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്, ഒരു ചാറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സമൂസ ചാറ്റ് വാങ്ങി. DJ ഓൾറെഡി പാർക്കിങ്ങിൽ പോയി. ഗുഡ് മോർണിംഗ് എവ്രിവൺ. അങ്ങനെ Feb 14th ആയി. ഇന്ന് നമ്മൾ ബ്രഞ്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. DJയുടെ വക, എൻ്റെ വക ഡിന്നർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞു ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഡേ തുടങ്ങുവാണ്. എല്ലാവർക്കും ഒന്നും കൂടെ വാലന്റൈൻസ് ഡേ വിഷസ് പറയുന്നു. ഇത് ഞാൻ ആക്ച്വലി കുറേ ദിവസം മുന്നേ എവിടെയോ ഏതോ ഷോപ്പിൽ പോയപ്പോൾ വാങ്ങിയതാട്ടോ. ഇത് ഞാൻ DJക്ക് കൊടുത്തു. നമ്മളിതൊക്കെ കഴിച്ചിട്ട് മെല്ലെ ബ്രഞ്ച് പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഇന്ന് അത്ര ഒരു സണ്ണി ഡേ അല്ല, അതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മോർണിംഗ് ലുക്ക് അത്ര ഇല്ലാത്തത്. അപ്പം നമുക്ക് ബ്രഞ്ച് ആക്കുന്നത് കണ്ടിട്ട് ബാക്കി ദിവസത്തിലേക്ക് കിടക്കാം. അപ്പം വെൽക്കം. രാവിലെ തന്നെ എണീറ്റ് DJ ഫിഷൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് സീ ഫുഡ്, അതുകൊണ്ടാണ് DJ കാര്യമായിട്ട് ഫിഷൊക്കെ വാങ്ങിക്കുന്നത്. ബ്രഞ്ച് പ്ലാനിനെ പറ്റി DJ കാര്യമായിട്ടൊന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഒരു സർപ്രൈസ് ആക്കാനുള്ള ഒരു പ്ലാനിലാണ് അവൻ പിന്നെ ഇത് ബ്രെഡിൽ ഇങ്ങനെ കൈ കൊണ്ടൊരു ഹാർട്ട് ഷേപ്പൊക്കെ ആക്കി ടോസ്റ്റൊക്കെ ചെയ്തെടുത്ത് എന്തൊക്കെയോ നല്ല എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയൊരു കാര്യമായിരുന്നു. പൊതുവേ അവനിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്തെങ്കിലും കണ്ടാതെ ഓർത്ത് വെച്ച് ചെയ്യാറൊന്നും, ചെയ്യുന്നതിനെ പറ്റി അവൻ ചിന്തിച്ചിട്ടില്ല. ബട്ട് ഇപ്പോഴാണല്ലോ ഒരു ചാൻസ് കിട്ടുന്നത്. അപ്പം അവനിങ്ങനെയൊക്കെ ചെയ്തപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇതൊക്കെയാണ് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്താലത്തെ പോസിറ്റീവ്സ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ബ്രഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കേട്ടോ DJ പ്ലാൻ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ്. അപ്പം ഇതാ ക്രിയേറ്റിവിറ്റി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് ബ്രെഡ് ചീസ് ബേക്കൺ സലാമി സാൻഡ്വിച്ച് ടോസ്റ്റ് എന്നാ വേണമെങ്കിലും പറയാം. ഇത് നമ്മൾ നല്ല പുറത്തുനിന്ന് വാങ്ങിയ സാധനമാണ്. പിന്നെ ചിക്കൻ സ്ട്രിപ്സ്, ഡിപ്സ്, ഓറഞ്ച് ജ്യൂസ്, പിന്നെ ഒരു ഫ്രൂട്ട് പ്ലാറ്റർ പോലെ അവയ്ക്കാട് വിത്ത് ഹണി, ചെറീസ്, ഓറഞ്ച്, മസ്ക് മെലൺ. ഇത് ആക്ച്വലി ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നല്ല കഴിക്കുന്നത്. ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് ആയിട്ടുള്ള സോഫയിൽ ഇരുന്നിട്ടാണ് നമ്മളെപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അങ്ങനെ തന്നെ കഴിക്കാൻ പോവാണ്. DJ എങ്ങനെയുണ്ടായിരുന്നു ബ്രഞ്ച് പ്രിപ്പറേഷൻ? ഗുഡ്. മടുത്തോയോ? ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ? എല്ലാം, എവറിത്തിങ് ലുക്സ് ഗുഡ്. എനിക്ക് ആ ജാമ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാർട്ട് ഷേപ്പിൽ. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. എല്ലാം ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി TV കണ്ടുകൊണ്ട് ബ്രഞ്ച് കഴിക്കണം. നമ്മൾ ആക്ച്വലി ഇതുവരെ ഗിഫ്റ്റും കൊടുത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലവേഴ്സും കൊടുത്തില്ല, ഒന്നും ചെയ്യില്ല. ബട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് ഫസ്റ്റ്. അത് കഴിച്ചിട്ട് ബാക്കി. ബ്രേക്ക്ഫാസ്റ്റ് ആക്ച്വലി വിചാരിച്ചതിനേക്കാളും നല്ല ഹെവി ആയിരുന്നു. അപ്പം വയറ് നിറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഒരു ഫുഡ് കോമയിലായിരുന്നു. അതിനുശേഷം നമ്മൾ ലവ് ലെറ്റർ എഴുതാൻ തുടങ്ങി. ഇത് ഞങ്ങൾ സ്ഥിരം ചെയ്യുന്നൊരു പരിപാടിയാണ്. സ്പെഷ്യൽ ഡേയ്സിൽ ഇങ്ങനെ കാർഡ് വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സ്വീറ്റായിട്ട് എഴുതി കൊടുക്കും. അപ്പം DJ ഭയങ്കര ക്രിയേറ്റീവായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു. ഹായ്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലഞ്ച് കഴിക്കണം വേണ്ടെന്നുള്ള ഭയങ്കര സംശയത്തിൽ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞു. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊരു കാർഡ് വാങ്ങിയിട്ടുണ്ട്. ഈ ലവ് ലെറ്റർ എഴുതിയിട്ടുണ്ട് ഓൾറെഡി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കണം. സോറി, ക്യാമറ കുറച്ച് ഷെയ്ക്കാവുന്നുണ്ട്. ഞാൻ ഇന്നലെ വാങ്ങിയ ഗിഫ്റ്റ് നിങ്ങൾക്കൊക്കെ അറിയാം, DJക്ക് ഇതുവരെ അറിയത്തില്ല. അപ്പോൾ ആദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കാർഡ് കൊടുക്കാം. മൈ ലവ് ലെറ്റർ. ഞാൻ കാർഡിന് പുറത്തൊന്നും എഴുതിയില്ല. DJ കാർഡിൻ്റെ പുറത്ത് DJ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ കാണിക്കുന്നില്ല. കാർഡിൻ്റെ ഡിസൈൻ മാത്രം കാണിച്ചു കൊടുത്താൽ മതി. ഫുൾ ഓഫ് റോസസ്. ഇവിടെ ഇഷ് ലിബെ ഡിഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇഷ് ലിബെ ഡിഷ്. ഐ ലവ് യു എന്നാണ് ജർമ്മനിൽ അതിൻ്റെ അർത്ഥം. കാർഡ് ഒന്നുകൂടെ കാണിച്ചേ. ചെറുതായിരുന്നു ഒരു ഫ്ലാഷ് കാണിച്ചോ ഉള്ളിലത്തെ. അത്രേ ഉള്ളൂ. എൻ്റെ തന്നെ ഞാൻ നോക്കട്ടെ. DJ വിത്ത് ഡ്രോയിങ്സ് ആൻഡ് എന്തൊക്കെയോ ഉണ്ട്. അടിപൊളി ഡ്രോയിങ്. പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലവ് ലെറ്റർ വായിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കുക. ഒരു മിനിറ്റ് വായിക്കട്ടെ. DJയുടെ ഡ്രോയിങ് മാത്രം കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാ കാർഡിലും അവനിങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു. റോസ് ബൂ യു ആർ മൈൻ, യു ഡോണ്ട് ഹാവ് എ ചോയ്സ് എന്നുള്ളത്. നമ്മളങ്ങനെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. കാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അടിപൊളിയായിരുന്നു. ഫുൾ കോമഡി ലവ് ലെറ്റർ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ ഇരിക്കുന്നത് നല്ല തണുപ്പുണ്ട്, മഴ പെയ്യുന്നുണ്ട് പുറത്ത്. പിന്നെ വൈകുന്നേരം ഇന്ന് സ്നോയും വരുന്നുണ്ട് 7 മണി കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ട് DJ വാങ്ങിയ ഗിഫ്റ്റ് ഇപ്പം തരും. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിനൊരു എന്നാ പറഞ്ഞേ,
ക്രോം ഇഫക്റ്റ് അങ്ങനെ എന്തോ പറയും തോന്നി ഇതിന്. നല്ല ഭംഗിയുണ്ട്. ആക്ച്വലി എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഈ ഷെയ്ഡിലും മെറൂൺ ഷെയ്ഡിലും 2-3 ഡ്രസ്സുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ പറ്റും. ഇനി ഡി ജെക്ക് ഞാൻ ഗിഫ്റ്റ് തരട്ടെ? റെഡിയാണോ? ഡി ജെക്ക് സർപ്രൈസ്. അവൻ്റെ ഗിഫ്റ്റിന് അവനറിയില്ല. അത്ര വലിയ സർപ്രൈസ് ഒന്നുമല്ല, നല്ല യൂസ്ഫുൾ ഗിഫ്റ്റ്. ഡി ജെ വിചാരിച്ച് എന്തോ ഞാൻ കഴിക്കാൻ എന്തോ വാങ്ങിയെന്ന. റെഡി? ഗിഫ്റ്റ് റാപ്പ് ഒന്നും ചെയ്തില്ല കേട്ടോ. വോൾവർത്തിലത്തെ അവർ തന്ന പേപ്പർ മാത്രം. ഗുഡ് ലക്ക് ഫസ്റ്റോ. ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഈ ഷെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയത്. പിന്നെ ഇങ്ങനത്തെ വൈഡ് ആയിട്ട് ഇങ്ങനെ നമ്മളുടെ യൂഷ്വൽ മഗ്സിന്റെ ഷേപ്പ്. ഞാൻ ഇന്നലെ മഗ് നോക്കിയത് ഇറങ്ങിയത്. ഞാൻ എവിടെ നിന്ന് മഗ് നോക്കുന്നത് കണ്ടായിരുന്നു. പച്ച മഗ് വാങ്ങാൻ സെയിം സാധനം. ഇതിന് പച്ച ഉണ്ടായിരുന്നു അവിടെ. വേറെ ഒരെണ്ണം ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഞാൻ ഓർത്തു വൈറ്റ് ഓൾറെഡി നമ്മുടെ അടുത്ത് കുറേ ഉണ്ട്, അപ്പോൾ ഇത് വാങ്ങാൻ. അങ്ങനെ ഗിഫ്റ്റൊക്കെ എക്സ്ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ഇത് ഡി ജെ എനിക്ക് വാങ്ങി തന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇത് ലൈറ്റ് പിങ്ക് ആൻഡ് വൈറ്റ് കോംബോ. ഇത് പിന്നെ ഞാൻ അവന് വാങ്ങിക്കൊടുത്ത സിംഗിൾ റോസ്. രണ്ട് ഫ്ലവേഴ്സും ഞാനെടുത്ത് ഫ്ലവർ വേസിൽ സെറ്റ് ചെയ്തു. ഡി ജെയുടെ ആ ബൊക്കയിലുണ്ടായിരുന്ന കുറച്ച് ഫ്ലവേഴ്സ് എടുത്ത് ഈ റെഡ് റോസിൻ്റെ കൂടെയും കൂടെ വെച്ച് ഞാൻ കുറച്ചും കൂടി ഒരു ലുക്കൊക്കെ കൂട്ടി. എന്നിട്ട് നമ്മൾ ലഞ്ച് കഴിക്കണ വേണ്ടിയെന്നുള്ള കൺഫ്യൂഷനിലായിരുന്നല്ലോ. ലഞ്ച് പ്രിപ്പയർ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. കാരണം ഫിഷ് അവൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ അത് വേസ്റ്റായി പോകത്തില്ലേ. അതുകൊണ്ട് നമ്മൾ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നു. നോക്കിക്കേ, പൂ കാണാൻ നല്ല ഭംഗിയില്ലേ. ഞാൻ കുറേ നേരം നോക്കി നിന്നു. ഉച്ചയ്ക്ക് ചോറിന് പപ്പടം വറക്കാൻ പോവാണ്. എല്ലാം കൊങ്കണി സ്റ്റൈലാണ്. ഇത് രണ്ടും ചക്ക പപ്പടം, ജാക്ക് ഫ്രൂട്ട് പപ്പടം, ഇത് ചില്ലി പപ്പടം, ഇത് ഓടി എന്ന് പറയും, ഒനിയൻ പപ്പടം. ഇത് 3ഉം വറക്കട്ടെ. പിന്നെ ഡി ജെ ഇതാ ഇവിടെ എൻ്റെ ഫേവറേറ്റായ ഫിഷ് ഫ്രൈ ആക്കുന്നു. വാലന്റൈൻസ് ഡേക്ക് എനിക്ക് വേണ്ടി ഡി ജെ ചെയ്തതാണ്. സോ തോട്ട്ഫുൾ ഓഫ് ഡി ജെ. അങ്ങനെ ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഡി ജെ എനിക്ക് വേണ്ടി ഫിഷ് ഫ്രൈ ആക്കി എൻ്റെ ഫേവറേറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ്റെ ബ്രഞ്ച് പ്ലാനിലെ ബാക്കി സാധനങ്ങൾ ഡി ജെയുടെ ഭാഗ്യം. ഞാൻ ഇന്നലെ ആക്കിയ മോരേറിയും ഉരുളക്കിഴങ്ങ് തോരനും ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഇത് കൊങ്കണി സ്റ്റൈൽ പപ്പടങ്ങളാണ് കേട്ടോ. ഇതെല്ലാം ഓയിലാക്കിയത് അത്ര ഭയങ്കര ഹെൽത്തി എന്ന് പറയുമ്പോൾ പപ്പടം ഓക്കെയാണ്, പക്ഷേ എല്ലാം ഓയിലാക്കിയതുകൊണ്ട് കുറച്ച് അൺഹെൽത്തി. പക്ഷേ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഇന്ന് അൺഹെൽത്തി ആകാം. അങ്ങനെ അപ്പോൾ ഇത് ചക്ക പപ്പടം, ഇത് ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ എൻ്റെ ഫേവറേറ്റ് ആണ് ഓടി. ഇത് കൊങ്കണിയിൽ ഓടി എന്നാണ് പറയുന്നത്, പക്ഷേ ഒരു ഒനിയൻ പപ്പടം എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇത് ചില്ലി പപ്പടം, എല്ലാം ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. ഓൾസോ പുറത്ത് ആക്ച്വലി മഴയും പെയ്യുന്നുണ്ട്, സ്നോ കുറച്ച് കഴിയുമ്പോൾ വരും. നമ്മളിപ്പോൾ ഏകദേശം 4 മണി 4:30 ആകുമ്പോഴാണ് ലഞ്ച് കഴിക്കുന്നത്. ബിക്കോസ് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവി ആയിരുന്നല്ലോ, നിങ്ങൾ കണ്ടല്ലോ. അതുകൊണ്ട് പുറത്തെ ഡിന്നറിന് പോകാം എന്നുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തു. ഡി ജെ ഈസ് ഹൈലി മോട്ടിവേറ്റഡ് ടു മേക്ക് മന്തി അല്ലെങ്കിൽ നല്ല മസാലയുള്ള ചിക്കൻ കറി. എന്നിട്ട് നമ്മളൊരു സ്വീറ്റ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. അപ്പോൾ ഇത് രണ്ടിൽ എന്തെങ്കിലും ഒന്നും കൂടി ചെയ്ത് നമ്മൾ വാലന്റൈൻസ് ഡേ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫുഡ് കഴിച്ചിട്ട്, ഈ വീഡിയോ ഫുള്ള് ഫുഡാണ് കേട്ടോ, വേറെ ഒന്നും ഈ വീഡിയോയിൽ ഇല്ല. അപ്പോൾ ശരി, ഹായ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഡിന്നറിന് പോയില്ല. ഇത് ഫെബ്രുവരി 15th ആയി ഓൾറെഡി. നമ്മൾ ഡിന്നറൊക്കെ കഴിക്കേണ്ട, വീട്ടിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും കുറച്ച് ഫ്രണ്ട്സും എൻ്റെ ചേട്ടനൊക്കെ വന്നാൽ പിന്നെ ഇന്നലെ അങ്ങനെ അങ്ങ് തീർന്നു. ബട്ട് ഞങ്ങൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും റെസ്റ്റോറൻറ്റിൽ പോകാന്നുള്ളത് എൻ്റെ വക ട്രീറ്റ് ആണല്ലോ. അപ്പോൾ ഇത് പോകാണ്ടിരുന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ സൺഡേ പോവാണ്, മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ പോകാമെന്ന് ഓർത്തു. എത്യോപ്യൻ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ എത്യോപ്യൻ ചേട്ടനും കൂടെ കൂട്ടി വേറൊരു ദിവസം പോയി. എത്യോപ്യൻ ഓൾറെഡി നമ്മൾ സ്വിസ്സിൽ പോയപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിൽ പോയില്ലെങ്കിൽ ശരിയാവത്തില്ല. ബിക്കോസ് റെസ്റ്റോറൻറ്റിൽ പോകുന്നത് ഞാൻ ഒത്തിരി ഇങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചായിരുന്നു. എന്തായാലും മെക്സിക്കൻ റെസ്റ്റോറൻറ്റിൽ പോവാണ്. എത്യോപ്യയിൽ പോകണമെന്നുണ്ട്, ചേട്ടയുടെ കൂടെ അത് പോകണം. എത്യോപ്യൻ ഓൾറെഡി നമ്മൾ ട്രൈ ചെയ്തായിരുന്നു. ഈ ഡി ജെ കോപ്രായം കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ, അവൻ്റെ സ്ഥിരം പരിപാടിയാണ്. നമ്മൾ സ്വിസ്സിൽ പോയപ്പം എത്യോപ്യനിൽ പോയായിരുന്നു. അപ്പം പിന്നെയും അത് കഴിക്കണമെന്ന് ഡി ജെക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ്. പോയിട്ട് അടിപൊളി ഡിന്നർ കഴിച്ചിട്ട് വരാം. ഞാൻ ഓൾറെഡി ഒരു തവണ പോയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് ഞാൻ കഴിച്ച ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഡി ജെനെ അവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് കാണാം. ബൈ. നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയി. റോഡ് സൈഡിലൊക്കെ അങ്ങനെ ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്, അപ്പം അവരുടെ പെയിൻറ്റിങ്സും അവരുടെ കുറേ ക്യാപ്സ് ക്ലോത്ത്സൊക്കെ വെച്ചിട്ട് ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര അടിപൊളി ആംബിയൻസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 2 വർഷം മുന്നെയാണ് ഞാനിവിടെ വന്നത്. അമിഗോസ് എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്.
അന്ന് എനിക്ക് ഞാൻ ഓർഡർ ചെയ്ത ഫുഡും ഈ ആംബിയൻസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ഇവിടെ പിന്നെയും വരണം എന്ന് ഓർത്തായിരുന്നു. DJനെ കൂട്ടി വരാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ വന്നിട്ട് ഒരു ഡ്രിങ്ക്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ആ 2 വർഷം മുന്നേ കഴിച്ച സെയിം ഫുഡ് ഞാൻ അഗെയിൻ ഓർഡർ ചെയ്തു. ഞാൻ അതിൻ്റെ പേരൊന്നും ഓർക്കുന്നില്ല. അപ്പോൾ ഞാൻ അവരെ ആ ഫോട്ടോ കാണിച്ചിട്ട് അതേ സാധനം വേണമെന്ന് പറഞ്ഞു. പിന്നെ DJ ഒരു ചിക്കൻ ബ്രസ്റ്റ് വിത്ത് റൈസ് അങ്ങനെ ഒരു സംഭവം ഓർഡർ ചെയ്തു. നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. പിന്നെ ഞാനും DJ ഒത്തിരി സംസാരിച്ചു. ഭയങ്കര ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി DJയുടെ കൂടെ. എപ്പോഴും DJയുടെ കൂടെ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. എന്നാലും ഇങ്ങനെ ഞങ്ങൾ എന്തൊക്കെയോ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംസാരിച്ച് എനിക്ക് ഈവനിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആക്ച്വലി ഈ ഫെബ്രുവരി 14 വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടിയുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷം ഉറപ്പിച്ചതും ഏകദേശം ഒരു ഫെബ്രുവരി 14 വേണമെങ്കിൽ പറയാം. എനിക്ക് DJനെ ആക്ച്വലി കഴിഞ്ഞ ഫെബ്രുവരി 14 ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബട്ട് ലക്കിലി ഞങ്ങളുടെ ഫാമിലി അന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്തത്. അപ്പം കഥകളൊക്കെ അവിടെ ഇരിക്കട്ടെ. DJയുടെ ചിക്കൻ ബ്രസ്റ്റ് ആൻഡ് റൈസ് വന്നിട്ടുണ്ട്. എൻ്റെ ഫുഡ് വന്നിട്ടുണ്ട്. അത് ആ ടോട്ടൽ റാപ്പിൻ്റെ അടിയിൽ ചിക്കൻ വിത്ത് ചീസുണ്ട്. അപ്പം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ ആക്രാന്തമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഫുഡ് സൂപ്പറായിരുന്നു, കഴിച്ചു. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോയി തിരിച്ചെത്തി. വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മോസ്റ്റ്ലി ഫുഡ് റിലേറ്റഡ് വീഡിയോ ആയിരുന്നല്ലോ. എന്നാലും ഫെബ്രുവരി 13 തുടങ്ങി 15 വരെ എത്തി നിന്നു ഞങ്ങളുടെ വാലൻറ്റൈൻസ് ഡേ പരിപാടി. വീക്ക് എന്ന് പറയാം അല്ലേ, വാലൻറ്റൈൻസ് വീക്ക്. അങ്ങനെ നല്ലതായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് വാലൻറ്റൈൻസ് ഡേനെ പറ്റി പല അഭിപ്രായങ്ങളുണ്ട്. ചിലവർ ഇത് എന്തിനാ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അങ്ങനെ അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ആഴ്ച ഫെബ്രുവരി ഐ ഹോപ്പ് ഞങ്ങൾ ഹണിമൂൺ പോയ വീഡിയോ എനിക്ക് ഇടണം എന്നുണ്ട്. ഡിസംബറിൽ പോയതാണ്. ഇതുവരെ എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ ഒരു കറക്റ്റ് ടൈം കിട്ടിയില്ല. ക്രിസ്മസ് സീസണൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.